I've been having these experiences since I was a child. എൻ്റെ ഈ ജീവിതം, എൻ്റെ ഈ മെറ്റീരിയൽ ഫിസിക്കൽ ഐഡൻറ്റിറ്റി, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് വാട്ട് ഐ ആം. ഈ ജീവിതത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത ഒരു ബോഡി, ഒരു ഐഡൻറ്റിറ്റി മാത്രമാണിത്. ഞാൻ എന്തെങ്കിലും റാൻഡം കാര്യം ചെയ്യുമ്പോഴത്തേക്കായിരിക്കും where like I split from myself. Who am I? Who is this? What is happening? Nothing makes sense. പക്ഷേ എവ്രിതിങ് മേക്സ് സെൻസ്. എന്താണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റോക്ക്, ലിറ്ററലി ഒരു റോക്ക്, അതിന് വേറൊരു സാധനത്തിന് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ദാറ്റ് ഇസ്, ഇറ്റ്സ് സോ ഇൻസെയിൻ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് സോ ഇൻസെയിൻ ദ വെരി ഫാക്ട് ദാറ്റ് വി ആർ അലൈവ് ആൻഡ് വി എക്സിസ്റ്റ്. ഇത് ഈ ജന്മത്തിൽ, ഈ ശരീരത്തിൽ, ഈ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോവും, അടുത്ത ആളിലേക്ക് പോവും, അടുത്ത ആളിലേക്ക് പോവും. എത്ര വലിയ ഭൂമിയാ, എന്തൊക്കെയാ കാണാൻ കിടക്കുന്നത്. അതും ഇറ്റ്സ് എ വെരി കമ്പെല്ലിങ് തോട്ട്. മൈ ഹാർട്ട് ലോങ്സ് ഫോർ ട്രാവൽ. ഇങ്ങനെ പോവാൻ വേണ്ടി, പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടി, അവിടുത്തെ എക്സ്പീരിയൻസിന് വേണ്ടി. ഐ തിങ്ക് ദാറ്റ് വാസ് വെരി ഡിഫൈനിങ് ഫോർ മീ. ഭയങ്കര എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പോലത്തെ മാജിക്കൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നടക്കുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു, ഇഫ് യു ബിലീവ് ഇൻ magical things happen to you. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്കത് ഒരാളുടെ അടുത്ത് പോയി പെട്ടെന്ന് പോയി പറയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുപ്പുള്ള ഒരാളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്കത് ചിലപ്പോൾ ആ ഒരു കംഫർട്ട് കിട്ടുന്നത് ഷെയർ ചെയ്യാൻ. പിന്നെ ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, സുഖമാണോ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ചിലപ്പോൾ ഹോണസ്റ്റ് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ മിക്കപ്പോഴും ആൻസർ ചെയ്യുന്നത്. സുഖം അല്ലെങ്കിൽ പോലും ചോദിക്കുന്നവരും ചിലപ്പോൾ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, ഒരു എന്താ പറയാ, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 7 വർഷമായിട്ട്, അല്ലെങ്കിൽ അത്രയും വർഷമായിട്ട് സിനിമയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും സിനിമയിൽ നിന്നാണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് സിനിമ കാണുക. ഇത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് വേറൊരു മീഡിയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണാൻ, സിനിമയിൽ അഭിനയിക്കാൻ. ഇൻഡസ്ട്രി വൈസ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് വെരി 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 ഇൻഫ്ലുവൻഷ്യൽ. എനിക്ക് തോന്നുന്നു എന്നെ ചെറുതാകുമ്പോൾ മുതൽ ഷേപ്പ് ചെയ്ത ഒരു കാര്യമാണ് സിനിമ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. സുഖമാണോ സുഖമാണ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത രണ്ടുപേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, മാത്യൂസ് ആൻഡ് ദേവിക. ആൻഡ് ആദ്യം തന്നെ ചോദിക്കട്ടെ, സുഖമാണോ? ഓൾറെഡി ഈ പ്രൊമോഷൻ കഴിയുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്നത് ഈ പേരായിരിക്കും. ഞാൻ ട്രെയിലർ കണ്ടു, ഒരു വൈബ് ട്രെയിലർ. നമുക്ക് കാണുമ്പോൾ ആ ഫീലാണ് കിട്ടുക. ആൻഡ് ഈ പേരും ആ സിനിമയുടെ ട്രെയിലറിന് കണ്ടപ്പം എന്താണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ക്യൂരിയസ് ഉണ്ട്. ഈ പേരിന്റെ ഒരു ടൈറ്റിലിന്റെ ഒരു റീസൺ എന്താ? ഞങ്ങളുടെ ഡയറക്ടർ, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ടൈറ്റിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു എഡിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവര് ഡയറക്ടറും പ്രൊഡക്ഷനും ചേർന്ന് ഈ ടൈറ്റിലിട്ട് എത്തിയത്. അപ്പോൾ ഡയറക്ടർ പറയുന്നത്, ഈ പടത്തിന്റെ ഒരു ഫസ്റ്റ് ഞങ്ങൾ ചെയ്യുന്ന 3 ക്യാരക്ടേഴ്സ്, ദേവിക ചെയ്യുന്ന ചാരു, ജഗദീഷ് ചേട്ടൻ ചെയ്യുന്ന ഐ, ഞാൻ ചെയ്യുന്ന തിയു. ഈ 3 ക്യാരക്ടേഴ്സും അവരവരുടേതായിട്ടുള്ള കാരണങ്ങളല്ലാണ്ട് തന്നെ അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയവരാ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകളും, അപ്പൊ നമ്മൾ ട്രെയിലറിന്റെ ലാസ്റ്റ് ചോദിക്കുന്ന ഇവൻ പറയുന്നുണ്ട്, എന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല, അതിൽ ഇതുവരെ എന്റെ അടുത്ത് ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവരുടെ 3 പേരുടെയും ലൈഫില്, അല്ലെങ്കിൽ എസ്പെഷ്യലി തിയോന്റെ ഒക്കെ ലൈഫിൽ അങ്ങനെ സുഖമാണോ എന്ന് ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അപ്പൊ അവര് അത് കാരണം ഈ ഒറ്റപ്പെടലിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരതിൽ നിന്ന് എങ്ങനെ ഒരു കംഫർട്ട് കണ്ടെത്തുന്നേ അങ്ങനെ. അപ്പൊ പുള്ളി കൺസീവ് ചെയ്യുന്ന വെച്ചാൽ, ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫ് സുഖമാണോ എന്ന് ചോദിക്കാൻ ആരും ഇല്ലാത്തൊരു അവസ്ഥയും, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇവർക്ക് കണക്ഷൻസ് ഫോം ചെയ്യുന്നു. അത് ആ ഒരു സുഖമാണെന്ന് പറയാൻ ആൾക്കാരുണ്ടാവുകയും അങ്ങനെ ഒരു രീതിയിലാണ് ഇവര് ഇത് കൺസീവ് ചെയ്തേക്കുന്നത്. അപ്പൊ ഭയങ്കര ഫിലിമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന 2 വേർഡ്സ് ആണ് സുഖമാണോ സുഖമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഡയറക്ടർ ഒരു ടൈറ്റിൽ പ്ലേസ് ചെയ്തത്. ഞാൻ ഓൾറെഡി ആ ചോദ്യമായിട്ട് അത് ഓൾറെഡി പറഞ്ഞത് ഞാൻ സ്റ്റക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദ്യമായിട്ട് ചോദിക്കുന്നത് വിചാരിച്ചു. ആൻഡ് അത് ഇന്നത്തെ കാലഘട്ടത്തില്, ഇത്ര ബിസി ആയിട്ടുള്ള കാലഘട്ടത്തിൽ ആ ചോദ്യം ഭയങ്കരമായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പം ഞാൻ അത് പലരെയും ചിന്തിപ്പിക്കും, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ പോകുന്ന ആളുകൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ നമുക്കത് ഒരാളുടെ അടുത്ത് പോയി പെട്ടെന്ന് പോയി പറയാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അടുപ്പുള്ള ഒരാളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും നമുക്കത്
ചിലപ്പോൾ ആ ഒരു കംഫർട്ട് കിട്ടുന്ന ഷെയർ ചെയ്യാൻ. അതെ. പിന്നെ ഭയങ്കര ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, സുഖമാണോ. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാരും ചിലപ്പോ ഹോണസ്റ്റ് ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ മിക്കപ്പോഴും ആൻസർ ചെയ്യുന്നത്, സുഖം അല്ലെങ്കിൽ പോലും സുഖമാണ് എന്നൊക്കെ ഭയങ്കര കാഷ്വലി ചോദിക്കുന്നവരും ചിലപ്പോ ഇത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, ഒരു എന്താ പറയാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈ ബിസി ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ ഇടയ്ക്ക് ആൾക്കാരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസ് എടുത്ത് ശരിക്കും കൂടെയുള്ളവരൊക്കെ ഓക്കെ ആണോ എന്നൊരു ഉറപ്പ് വരുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പല കഥകൾ ഓരോ ക്യാരക്ടേഴ്സിലും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ ലൈഫ് എന്ന് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പലരുടെയും ലൈഫ് നിങ്ങൾ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തല്ലോ. അപ്പൊ ഈ സുഖമാണോ എന്ന് ചോദിക്കുന്ന സാരം ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ച് കാണില്ല, പിന്നീട് ഈ ഒരു സിനിമ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവണേ. അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ ഞാനിപ്പോൾ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് അല്ലെങ്കിൽ അത്രയും വർഷമായിട്ട് സിനിമയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും സിനിമയിൽ നിന്നാണ്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് സിനിമയിൽ നിന്നാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വളർന്ന കുറേ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ നല്ല ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെയും എഡിറ്റേഴ്സിൻ്റെയും ഒക്കെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന ഓരോ ഇൻട്രാക്ഷൻ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഭയങ്കര ലേണിങ്ങും ഒക്കെ കിട്ടുന്നൊരു എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള സിനിമയിൽ നിന്നാണല്ലോ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെ, ദേവികനെ കൂടെ നമ്മൾ സംസാരിച്ച ഫാൻസ് തന്നെ ഇപ്പൊ കമന്റ് ബോക്സ് വരും ദേവിയെ കൂടെ സംസാരിപ്പിച്ചില്ല. ആൾക്ക് ഇപ്പൊ റെസ്റ്റ് കിട്ടി, സംസാരിച്ചോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ദേവിക പറയൂ. എനിക്ക് തോന്നുന്നു എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ടോപ്പിൽ നിൽക്കുന്നതാണ് സിനിമ കാണുക, ഷോസ് കാണുക. ഒന്നുമില്ല, വീട്ടിലിരിക്കുക, കൗച്ചിലിരിക്കുക, TV തുറക്കുക, കാണുക. ഇത് എനിക്ക് ഭയങ്കരമായി ഇത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത വേറൊരു മീഡിയം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം സിനിമ കാണാൻ, സിനിമയിൽ അഭിനയിക്കാൻ. ഇൻഡസ്ട്രി വൈസ് ഇറ്റ്സ് വെരി 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 ഇൻഫ്ലുവൻഷ്യൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെ ചെറുതാകുമ്പോൾ മുതൽ ഷേപ്പ് ചെയ്ത ഒരു കാര്യമാണ് സിനിമ കണ്ടിട്ട് സിനിമയിൽ കൂടെ നമ്മൾ കാണുന്ന ഓരോ എക്സ്പീരിയൻസസ്, അതും ലോകം കാണുന്നത് നമ്മൾ സിനിമയിൽ കൂടെയല്ലേ. ആദ്യമായിട്ട് എങ്ങനെയാണ് ലോകം കാണുന്നത്? പുറത്തുള്ള സിനിമകൾ കാണുമ്പോഴും എക്സ്പീരിയൻസസ്, ഇതൊക്കെ കുറേ ലേണിംഗ് വന്നത് സിനിമയിൽ നിന്നാണ്. കുറേ കൾച്ചേഴ്സിനെ പറ്റിയും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരെ പറ്റി, ആൾക്കാരുടെ ഇമോഷൻസിനെ പറ്റി, അതെങ്ങനെ പറയാം, എങ്ങനെ അതിനെ പോർട്രേ ചെയ്യാം, എത്രത്തോളം നമ്മൾ മൂവ് ചെയ്യും, അതൊക്കെ സിനിമയിൽ നിന്നാണല്ലോ വരുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി മൂവീസിനകത്ത് കണക്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു പടമൊക്കെ കണ്ടാൽ ഞാൻ കരഞ്ഞൊരു വഴിയാവും. ഈ ഡിപ്രഷനൊക്കെ വരും എനിക്ക്. അത്രയും ലിറ്ററലി എന്നെ ഇത്രയും മൂവ് ചെയ്യുന്ന വേറൊരു മീഡിയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം സിനിമ കൊണ്ടുള്ള ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ ആസ്പെക്റ്റ് ഓഫ് ലൈഫിലും സിനിമയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ചെറുതാകുമ്പോൾ മുതലേ. അപ്പോൾ അതിൽ നിന്നും അത്രയും ആഗ്രഹിച്ച സിനിമയിൽ കൂടെ എത്താൻ കൂടെ പറ്റി, അതിൻ്റെ ഒരു സിനിമയുടെ കൂടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഐ വുഡ് ഹവ് ബീൻ ജസ്റ്റ് സോ ഹാപ്പി. ചെറുതാകുമ്പോൾ മുതലുള്ള സ്വപ്നത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെ ട്രൂ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ബീൻ സോ ഹാപ്പി. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഹാസ് ബീൻ ജസ്റ്റ് സർറിയൽ. കാരണം അത്രയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇറ്റ് ഈസ് സോ അമേസിങ്. പക്ഷെ എനിക്കിതുവരെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നുമില്ല. അതൊന്നും എനിക്ക് പ്രോസസ്സ് ചെയ്യാനും എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാന്ന്. പക്ഷെ ഓൾ ഇൻ ഓൾ സിനിമ ഇസ് ദ മോസ്റ്റ് മൂവിങ് മീഡിയം ഇൻ ദ വേൾഡ്, ഐ തിങ്ക്, അറ്റ്ലീസ്റ്റ് ഫോർ മീ. ഞാൻ വിചാരിക്കായിരുന്നു നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ്, അപ്പം നിങ്ങൾ തന്നെ അഭിനയിച്ച സിനിമകൾ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇമോഷണൽ ആവും അല്ലെങ്കിൽ ചിരിക്കും. അപ്പം നിങ്ങൾക്ക് അറിയാലോ ഇത് അഭിനയമാണ് അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിച്ച സിനിമയാണ്. ഞങ്ങൾക്കിത് കാണുമ്പം ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ കാണുക. നിങ്ങൾക്കത് മുഴുവൻ അറിയാം, കഥ അറിയാം, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, എങ്കിലും നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഐ മീൻ തിയേറ്ററിൽ കാണുന്നത് അതെങ്ങനെയാ? എനിക്ക് തോന്നുന്നത് നമ്മള് ചിലപ്പോൾ നമുക്ക് കഥ അറിയാം, ഷൂട്ട് ചെയ്യുമ്പോഴും നമ്മളത് കാണുന്നുണ്ട്, ഡബ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ പിന്നെയും കുറേ ലേയേഴ്സ് ആഡ് ആവുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് വരും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സ്, കളേഴ്സ് ഒക്കെ മാറും ഗ്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ സ്ട്രെച്ചിൽ തിയേറ്ററിൽ കാണുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി. ആ ഒരു കഥ നമുക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാം, പക്ഷെ എന്നാലും അതൊരു സ്ട്രെച്ചിൽ കാണുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടും.
എന്നാലും ഒരു നോർമൽ നമ്മള് ഒരു പുതിയ സിനിമ കാണുന്നതിന്റെ ഇത് എന്തായാലും കിട്ടത്തില്ല, ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണുന്നതിന്റെ ഒരു ഇത് കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഒരു വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട് അതിന്. പിന്നെ കുറച്ചും കൂടെ ഐ തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാരണം നമ്മൾ ചെയ്തൊരു കാര്യം കാണുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ക്രിട്ടിക്കൽ ആയിരിക്കും അതിനെപ്പറ്റി. ഞാൻ എന്താ ഇത് ശരിയായിണ്ടോ ആ ഒരു ക്വസ്റ്റൻ എപ്പോഴും തലയിൽ കിടക്കും. എന്നാലും ഐ ഫീൽ ലൈക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്താന്ന് വെച്ചാൽ, ഈവൻ നമ്മൾ ബിഹൈൻഡ് ദ സീൻസും ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് എഫക്ട്സ് മൂവി വാച്ചിങ് അതർവൈസ്. കാരണം അതിനൊക്കെ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആണ് സിനിമ. നമ്മൾ എത്രത്തോളം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അറിയുന്നുണ്ടെങ്കിലും, പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ ചില പോയിന്റിൽ, ഹാസ് ഇറ്റ് ഹാപ്പൻ ടു യു, ചില പോയിന്റിൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായി സ്പ്ലിറ്റ് ചെയ്യും. അപ്പം ഐ തിങ്ക് ഇത് ഇവരൊക്കെ ഒരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്താൽ, വെരി റെയർലി ഇറ്റ് ഹാപ്പൻസ് ആൻഡ് ഐ ഗെറ്റ് വെരി സാഡ് വെൻ ദാറ്റ് ഹാപ്പൻസ്. കാരണം എന്തോ ഒരു ഒത്തന്റിസിറ്റി ഞാൻ പടം കാണുന്നതിൽ നിന്ന് പോയോ എന്നുള്ളൊരു പേടി. ചില കാര്യങ്ങൾ ഓഡായി കിടക്കുമ്പോൾ, ഏതാ പടം ഞാൻ പറയുന്നില്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ഭയങ്കര ഇൻഡി ലൈറ്റ് ഹാർട്ടഡ് അല്ല, ഇൻഡി റൂട്ടഡ് ഫിലിം അത് കണ്ടുകൊണ്ടിരിക്കുക. അതിൽ ഫീമെയിൽ പ്രോട്ടഗോണിസ്റ്റ് ഭയങ്കര ഭംഗിയുള്ളൊരു ഭയങ്കര നല്ല സ്റ്റോറി ലൈനിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്കൊരു പോയിന്റിൽ എൻ്റെ കണക്ട് വിട്ടുപോയി. കാരണം അവർ മുടി കേൾ ചെയ്യാൻ ഉപയോഗിച്ച ഏത് കേളറാന്ന് എനിക്ക് മനസ്സിലായി. അവര് കേളി മുടിയാണ് സിനിമയിൽ. അപ്പോൾ അത് കാണുമ്പോ ഏത് കേളർ കൊണ്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ആലോചിക്കാം, അവര് കാരവനിലിരിക്കണോ, അത് മുടി ചെയ്യണോ അവര്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലാണ് ഭയങ്കരമായിട്ട് ആ ഒരു ഡിസ്കണക്ട് വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അയ്യോ. പക്ഷെ അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് സോ. അതർവൈസ് നമ്മൾ ചെയ്തുകൊണ്ട് സിനിമ കാണുമ്പം ആകെ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരിക്കും കാണുമ്പോൾ. അത് ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഈസ് മാജിക്കൽ. നിങ്ങളിപ്പോൾ അഭിനയിച്ച ഒരുപാട് സിനിമകൾ ചെയ്തു. അതിൽ ഇന്ന സിനിമ നിങ്ങൾ സിനിമയിൽ ടി വിയിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ കാണുന്ന സമയത്ത് ഈ സീൻ, ഒരു പർട്ടിക്കുലർ ഈ സീന് അത് എങ്ങനെ ഞാൻ അഭിനയിച്ചു എന്ന് തോന്നിയതും, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നിയതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ എപ്പോഴും ഒരു ഒന്നും കൂടി കുറച്ച് മുമ്പേ പോയെങ്കിൽ അതൊന്ന് ശരിയാക്കായിരുന്നു തോന്നിയതും, കോൺസ്റ്റന്റ്ലി നമ്മള് എനിക്ക് തോന്നുന്നത് നമ്മൾ എന്ത് ചെയ്താലും, ഇപ്പൊ ഞാൻ ഇന്നൊരു സീൻ ചെയ്ത് കഴിഞ്ഞ് നാളെ എണീക്കുമ്പോ പിന്നെ അയ്യോ അത് ഇങ്ങനെയൊക്കെ ചെയ്യാറ്, അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് എപ്പോഴും വേണം എന്നും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു കുറെ എക്സ്പീരിയൻസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു സാധനം ചെയ്തിട്ട് ഇത് ഓക്കെ, നമുക്ക് നമ്മൾ ബെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ്, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നണമെങ്കിൽ കുറെ അധികം വർഷം വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താലായിരിക്കും എത്തുള്ളൂ. അപ്പൊ അതുവരെ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കത് അടുത്ത ദിവസം കാണുമ്പോൾ ചിലപ്പോൾ പിന്നെയും ബെറ്റർ ആക്കണം എന്ന് തോന്നാം. പക്ഷെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒന്നാമത് ഞാൻ ഒന്നും ചെയ്തിട്ട് ഇല്ല, അങ്ങനെ കണ്ടിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നാൻ വേണ്ടി തന്നെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എനിക്ക് എന്ത് കണ്ടാലും ഇത് ശരിയായില്ലല്ലോ, ഇത് നന്നാക്കാലോ ആ കോൺസ്റ്റന്റ്ലി ആ തോട്ട് മാത്രം. ഇതെന്തോ ഒന്നും ശരിയായിട്ടില്ല അതെപ്പോഴും വന്നുകൊണ്ടിരിക്കും. അഗൈൻ ഐ ഡോണ്ട് തിങ്ക് there is anything you can do about it also. ആൻഡ് നിങ്ങൾ ഓരോ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമകൾ ചെയ്യുമ്പോൾ ചെയ്തത്ര സിനിമയും, ഇപ്പോൾ ഒരുപാട് ചെയ്തില്ല എന്ന് പറയാം, ചെയ്തത്രയും നമ്മുടെ മനസ്സിലുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ വരുന്ന സമയത്ത് ഇപ്പം സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കും ഒരു ഹിറ്റ് തന്നിട്ട് അടുത്ത ഏത് സെലക്ട് ചെയ്യും എന്ന് നമ്മളും ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പം നിങ്ങൾക്ക് അത് എത്രത്തോളം പ്രശ്നമായി? ഇപ്പം നമുക്കറിയില്ല നമ്മുടെ എത്തുന്ന സ്ക്രിപ്റ്റ് ചിലപ്പോൾ അത് സക്സസ് ആവില്ലയോ, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ കേൾക്കുമ്പോൾ ഗംഭീരം തോന്നിയത് ഔട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന രീതിയിൽ പല ആർട്ടിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെ, അല്ലെങ്കിൽ ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിൻ്റെ ഒരു പ്രോസസ്? ഈ സിനിമയെ സംബന്ധിച്ചോളം ഇതിന്റെ ഡയറക്ടർ ഞങ്ങൾക്കൊരു മ്യൂച്വൽ ഫ്രണ്ട് ഉണ്ട്, നവനീത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നവനീത് ഇങ്ങനെ ഒരു അരുൺചേട്ടൻ ഇങ്ങനെ ഒരു സാധനം എഴുതുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് കേട്ട് നോക്കിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ അരുൺചേട്ടനായിട്ട് ഞാൻ മീറ്റ് ചെയ്ത് എനിക്ക് അരുൺചേട്ടൻ ഫുൾ ഒരു നറേഷൻ തന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഈ 3 ക്യാരക്ടേഴ്സാണ്. എസ്പെഷ്യലി ഞാൻ ചെയ്ത ക്യാരക്ടർ തിയോ. അപ്പോൾ ഇവനുണ്ടാവുന്ന അല്ലെങ്കിൽ ഇവൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ ഈ കഥ കേൾക്കുമ്പോൾ ദൈവമേ ഇങ്ങനെ ആർക്കും വരല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്തുമാത്രം ബ്ലെസ്ഡ് ആണ്. എനിക്ക് ചുറ്റും എൻ്റെ ഫാമിലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണല്ലോ. തിയോനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആരും ഇല്ല, അതും അവൻ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല.
അവൻ ചെറുപ്പം മുതലേ അവൻ്റെ കൺട്രോളിലല്ലാത്ത കാരണമൊക്കെ അവൻ ഒറ്റപ്പെട്ടു പോവുകയും ആരും അവൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്താ പറയുക അവൻ്റെ വിഷമങ്ങളോ സന്തോഷങ്ങളോ ഒക്കെ ചോദിക്കാനൊന്നും ആരും ഇല്ല അവന്. അപ്പം അങ്ങനെ ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവൻ കണക്ഷൻസ് ഫോം ചെയ്യും, അതും എങ്ങനെയൊക്കെ പ്രശ്നങ്ങളാവുമ്പോൾ നമുക്ക് എനിക്ക് കഥ കേട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറിനോട് ഭയങ്കര ഒരു സ്നേഹവും എന്താ പറയുക ദൈവം ഇങ്ങനെയൊന്നും ആർക്കും വരില്ലേ, ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു മോശം അവസ്ഥയാണുള്ള ദൈവം എന്നുള്ളൊരു അപ്പം അങ്ങനത്തെ ഒരു കണക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യണം എന്ന് തോന്നുന്നത് എനിക്ക്. ഓക്കെ, ദേവികയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒരു ഗാമ്പിളാണ് ആക്ച്വലി. കാരണം നമ്മൾ കേൾക്കുമ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുമ്പം ഇമാജിൻ ചെയ്യുന്ന ഒരു വേൾഡ് ഇല്ലേ, അങ്ങനെ ആയിരിക്കണം എന്നില്ല അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. പറഞ്ഞ പോലെ തന്നെ സങ്കടമാവും ചിലപ്പം. കഥ കേട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി ചെയ്തിട്ട് ആ ഔട്ട് വരുമ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ ട്രാൻസ്ലേറ്റ് ആയില്ല, അല്ലെങ്കിൽ ഫിൽം മേക്കർ വിചാരിച്ച പോലെ ട്രാൻസ്ലേറ്റ് ആയില്ല എന്ന് വരുമ്പോൾ. പക്ഷേ ഇത് എസ്പെഷ്യലി ഇത് അരുൺ ചേട്ടൻ വിളിച്ചപ്പം ഈ കഥ കേൾക്കുമ്പോൾ തന്നെ ഐ വാസ് വെരി ഇൻട്രീഗ്ഡ്. എനിക്ക് കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. വെരി നോർമൽ ടോപ്പിക്സ് എല്ലായിടത്തും സിമ്പിളാണ്, കോറിൽ ഭയങ്കര സിമ്പിളാണ്. പക്ഷേ എങ്ങനെ സ്റ്റോറി ടെല്ലിങ് അതിനെ മോൾഡ് ചെയ്യും എന്നുള്ളത്, എങ്ങനെ സ്റ്റോറി ടെല്ലിങ് അതിനെ ബെറ്റർ ആക്കും, എങ്ങനെ അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ള ഒരാളുടെ ക്രിയേറ്റിവിറ്റി ഇല്ലേ ആക്ച്വലി, അത് ഭയങ്കര രസം. അത് അൺഫോൾഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടി അരുൺ ചേട്ടൻ പറയുമ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആയി, ഭയങ്കര ആനിമേറ്റഡ് ആയിട്ടാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ. പ്രോസസ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് എ ഗാമ്പിൾ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ ഉള്ളിൽ ഒരു കണക്ഷൻ തോന്നിയ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടം തോന്നുന്ന ക്യാരക്ടേഴ്സും സ്റ്റോറി ലൈനും ഉള്ള പടങ്ങൾ ചെയ്യാന്നല്ലാതെ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ മാക്സിമം കൊടുക്കുക. അതും എനിക്ക് തോന്നുന്നില്ല എല്ലാവരും പടം ചെയ്യുന്ന ആരും മോശം പടം ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും കഴിവിന്റെ അത്രയും പരമാവധി എല്ലാവരും ശ്രമിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഈ ട്രെയിലർ കാണുന്ന സമയത്ത് പ്രേതമുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ ഒരു ഫാന്റസിയുടെ ഒരു എലമെന്റ് പോകുന്നുണ്ട്. അപ്പൊ അത് നമ്മളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഓഡിയൻസിന് എങ്ങനെ വേണമെങ്കിലും അതിനെ എടുക്കാം. ഇപ്പൊ ഒരു 3 പേര് സിനിമ കാണാൻ പോവാണെങ്കിൽ അവർക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ആത്മാവായിട്ടോ അല്ലെങ്കിൽ ഇവന്റെ ഒരു ഇമാജിനേഷൻ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും അതിനെ പ്ലേസ് ചെയ്യാം. ഇതില് ശരിക്കും ആർട്ടിസ്റ്റ് ആയിട്ടാണോ ക്യാരക്ടറിലെ സിനിമ? അങ്ങനെ ട്രെയിലർ ഞങ്ങൾക്ക് അങ്ങനെ ആയിട്ടോ കിട്ടിയത്. ആർട്ടിസ്റ്റോ നടിയായിട്ടാണോ അങ്ങനെ തന്നെയാണോ അഭിനയിക്കണേ? അല്ല, ഞങ്ങൾ വീണ്ടും എന്തൊക്കെയോ കൺഫ്യൂസ് ചെയ്തിരിക്കുന്നു ട്രെയിലറിൽ. ഞാനിവിടെ ഗോസ്റ്റ് എന്ന് കരുതി വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ കുറച്ചൊരു ഗോസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. ആൻഡ് ഇപ്പൊ നമ്മള് പണ്ടൊക്കെ കൊച്ചിലെ കണ്ട സിനിമകളിൽ പ്രേതത്തെ കാണാൻ നമുക്കൊരു പേടിയുണ്ട്. ഇപ്പത്തെ ഗോസ്റ്റ് ഒക്കെ ഭയങ്കര ചില്ലായിട്ടുള്ള, നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ ട്രോമയായിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ചില്ലായിട്ടുള്ള പ്രേതങ്ങൾ മാത്രമാണ് പരിചയം. അപ്പൊ നമ്മളൊരു ഗോസ്റ്റ് റൗണ്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഒരു ഗോസ്റ്റായി മാറുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അവരെ പേടിപ്പിക്കാനാണോ അതോ എങ്ങനെയാവാ? എന്റെ കൂടെ ചിലപ്പോ എന്റെ ഫ്രണ്ട്സിനൊക്കെ പേടിപ്പിക്കോ? അതെന്തുകൊണ്ടാ? അല്ല, ചുമ്മാ രസമായിരിക്കും. ഞാൻ ഗോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി മരിച്ചു പോയ ആൾക്കാരും ഗോസ്റ്റ് ആണോ? അതെ, നേരത്തെ മരിച്ച ആൾക്കാരാണോ? ഭയങ്കര റയറായിട്ട് മാത്രം ലക്കി ആയിട്ട് മാത്രമേ ഗോസ്റ്റ് ആയുള്ള അവസരം കിട്ടും. അല്ല, അങ്ങനെയാണെങ്കിൽ എന്റെ ഗ്രാൻഡ് ഫാദർ ഫ്രം മൈ മദേഴ്സ് സൈഡ്, എന്റെ മുത്തച്ഛനെ കാണാനായിരിക്കും. വേറെ ഗോസ്റ്റിനെ കാണാൻ പറ്റുമെങ്കിൽ. കാരണം ഞാൻ ചെറുതായപ്പോഴാ മുത്തച്ഛൻ മരിച്ചുപോയി. അപ്പൊ എനിക്ക് മറന്നുപോയി എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ ഗോസ്റ്റ് ആയിട്ടാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കുത്തി കുത്തി പോണ ഒരാളാണ് എന്റെ മനസ്സിൽ. അപ്പൊ അത് നല്ല രസമായിരിക്കും. അത് ഓൾറെഡി ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോ ഓർക്കുക ആരെയായിരിക്കും കാണാൻ വേണ്ടി. ഭയങ്കര രസമായിരിക്കും അത് കാണാൻ വേണ്ടി. ഓക്കെ, നിങ്ങൾ ഒരുപാട് സിനിമകൾ ഗോസ്റ്റിനെ കണ്ടിട്ടുണ്ട്, മലയാളത്തിലായാലും ഇംഗ്ലീഷിലൊക്കെ. നിങ്ങളുടെ ഫേവറേറ്റ് മൂവി ഏതാ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ? ഹൊറർ ഫിലിം. ഞാൻ അങ്ങനെ പൊതുവെ ഹൊറർ ഫിലിം കാണാറില്ല. എനിക്ക് പേടിയാ. മലയാളത്തില് അല്ലല്ല, മലയാളത്തിലും പിന്നെ എനിക്ക് ഭയങ്കര ഞാൻ അങ്ങനെ പേടിച്ച ആകാശഗംഗ കണ്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ
വെള്ളി നക്ഷത്രമൊക്കെയാണ് എനിക്ക് ഭയങ്കര ഓർമ്മയില് കണ്ട് നമ്മുടെയൊക്കെ childhood. ഭയങ്കര പേടിയായിരുന്നു കാണാനൊക്കെ. ഓക്കെ. പിന്നെ ജയറാം സാറിന്റെ ഒരു പടമില്ലേ മോള് ഗോസ്റ്റ് ആയിട്ട് തന്നെ മറ്റേ മറ്റേ അതന്നെ കൺമണി കൺമണി എന്തോ കൺമണി. ഓക്കെ ഓക്കെ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഓ ശരിയാട്ടോ, ഇരുന്ന് കണ്ടല്ലേ. അല്ല ഞാനിങ്ങനെ ടിവിയിൽ വരുമ്പോ നമ്മളിങ്ങനെ കുറച്ച് കാണുന്നതാ, പക്ഷെ മൊത്തം കാണാനുള്ള ശൈലിയൊന്നും. അതിന് ഇമോഷണൽ സൈഡും കൂടി ഉള്ളതുകൊണ്ട് എല്ലാ പ്രേതങ്ങൾക്കും ഒരു ഇമോഷണൽ സ്ഥാനമുണ്ട്. എനിക്ക് പറ്റൂല. എനിക്ക് ഹൊറർ എനിക്ക് എല്ലാ ലോകത്തുള്ള എല്ലാ പടങ്ങൾ കാണാനും ആഗ്രഹമാണ്, ഇഷ്ടമാണ്. എന്ത് വെച്ച് തന്നാലും ഞാൻ കാണുമായിരിക്കും. ഹൊറർ മാത്രം എനിക്ക് പറ്റൂല. എനിക്ക് പേടിയാണ് കാണാൻ വേണ്ടി. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ജീവിതത്തിൽ അങ്ങനെ പ്രേതത്തിന് വലിയ പേടി അങ്ങനെ കാര്യം, എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാനോ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഉറങ്ങാനോ ഇരുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പേടിയുള്ള ആളല്ല. പക്ഷെ സിനിമ എനിക്ക് കാണാനേ പറ്റൂല. എനിക്ക് എന്താ അറിഞ്ഞൂടെ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് ഈ ഫിയർ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു മേ ബി ബിക്കോസ് ഞാൻ ഭയങ്കരമായി കണക്ട് ചെയ്തിട്ടാണ് പടങ്ങൾ കാണുന്നത്. അപ്പോൾ ചിലപ്പം ഭയങ്കര ഇൻവോൾവ് ആയി കാണുമ്പോൾ ഇതൊക്കെ ശരിക്കും എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അറിഞ്ഞൂടാ. പക്ഷെ പ്രേതമല്ല, എനിക്ക് കുറച്ച് സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ഉള്ള സൂപ്പർ പവേഴ്സ് ഒക്കെ ഉള്ള സൂപ്പർ നാച്ചുറൽ സോൾ സ്പിരിറ്റ് അങ്ങനത്തെ ഒക്കെ ഉള്ള എനിക്ക് സിക്സ് സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടം. മലയാളത്തിൽ ആക്ച്വലി ഞാൻ കണ്ട പ്രേതപടങ്ങളൊക്കെ മലയാളത്തിലാണ്. കാരണം ബുദ്ധി ഇല്ലാത്ത സമയത്ത് കണ്ടതാ. അപ്പൊ കണ്ട് പേടിച്ചു പോയതാണ്. അത് വെച്ച് നിർത്തിയിട്ടുണ്ട്. ടിവിയിലൊക്കെ വരുന്ന പോലത്തെ പടമല്ലേ, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതോടെ ഞാൻ തീരുമാനിച്ച് എന്നെ കൊണ്ട് പറ്റൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു യാത്ര പോവാണ്. യാത്ര പോകുന്ന സമയത്ത് ഒരു ഗോസ്റ്റ് നിങ്ങൾക്ക് കൂടെ കൂട്ടാം. അങ്ങനെയാണെങ്കിൽ ആരെ കൂട്ടും, എവിടെ പോകും? ഇവര് രണ്ടുപേരും ധൈര്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഡെല്ലൂലുവിനെ കൂട്ടാവാണെങ്കിൽ ചില്ലായിരിക്കും. ഗോസ്റ്റ് നിങ്ങളുടെ ഒരു വൈബിന് അങ്ങനത്തെ പ്രേതങ്ങളെ രണ്ടുപേർക്ക് തമാശയൊക്കെ പറഞ്ഞ് ഡെല്ലൂലു ബുക്ക് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഒരു ഗോസ്റ്റ് നിങ്ങൾ നേരിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഡൗട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചോദിക്കും? അല്ല അങ്ങനെ ആക്ച്വലി ഒരു ഗോസ്റ്റിനെ കണ്ടാണെങ്കിൽ പേടിച്ചോടാനാണ് സാധ്യത കൂടുതൽ. ചോദ്യം ചോദിക്കാനുള്ള ഒരു ധൈര്യം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അല്ല എന്നാലും എങ്ങനെയാണ് ഈ മരിച്ചു കഴിഞ്ഞിട്ടുള്ള എന്താണ് ഇതിന്റെ ഒരു പരിപാടികൾ എന്നൊക്കെ അറിയാൻ ക്യൂരിയസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ദേവിക സെയിം ആഫ്റ്റർ ലൈഫ് എങ്ങനെയാന്നുള്ളത് വലിയൊരു ഡൗട്ടാണല്ലോ. എല്ലാരും മനസ്സിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് ഭയങ്കര ഒരു ഇതാണല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്താവുന്ന ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഇൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ സൂപ്പർ പവേഴ്സ് എന്തൊക്കെയാണ്? നിങ്ങള് ബാക്കി ഗോസ് ഒക്കെ ഉണ്ടോ, നമ്മൾ ചുറ്റും ഒക്കെ ഉണ്ടോ, നിങ്ങളൊക്കെ ഇങ്ങനെ ഓടി നടക്കുവാണോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? നിങ്ങൾ വെള്ളസാരി തന്നെയാണ് കൊടുക്കാറ്? ഓക്കെ, ഈ പുനർജന്മത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരായിരുന്നു? ഞാൻ ഇങ്ങനെ റീഇൻകാർണേഷനെ പറ്റി, പുനർജന്മം അല്ല റീഇൻകാർണേഷനെ പറ്റിയൊക്കെ കുറെ വായിക്കാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്. എനിക്ക് അറിയില്ല അത് എങ്ങനെയാണ് അതൊരു ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ് ഒരു റീബർത്ത് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഇൻട്രസ്റ്റഡ് ആണ് ഇതിലൊക്കെ വായിക്കാനും ഇതിനെ പറ്റിയൊക്കെ അറിയാനും ഒക്കെ. എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഇത് കുറച്ച് ഫിലോസോഫിക്കലാ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് there have been moments എൻ്റെ ജീവിതത്തിൽ where I feel like I have split from my personality. ഈ മെറ്റീരിയൽ സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് നിന്ന് സ്പ്ലിറ്റായി എൻ്റെ കോൺഷ്യസ്നെസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് റിയൽ ഈസ് ഒബ്സർവിങ് നമ്മളെ ജീവിതം. ആ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഞാനൊരു 10th 11th ഒക്കെ പഠിക്കുമ്പോൾ മുതൽ this has been happening to me where like I dissociate and I observe. ഈ ദേവിക എൻ്റെ ഈ ജീവിതം, എൻ്റെ ഈ മെറ്റീരിയൽ ഫിസിക്കൽ ഐഡൻറ്റിറ്റി, I don't think that is what I am. What I am actually is the soul. I'm using a very loose term, പക്ഷേ soul or consciousness that is living inside me, that is what I truly am. അത് ഈ ജീവിതത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്ത ഒരു ബോഡി, ഒരു ഐഡൻറ്റിറ്റി മാത്രമാണിത്. അപ്പം അതുകൊണ്ട് ഐ ഫീൽ റെസ്പോൺസിബിൾ ടു മേക്ക് ഇറ്റ് വർത്ത് വൈൽ. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും കൂടുതൽ ഇൻറ്റൻസായി ചെയ്യാൻ പറ്റുന്നത് ഇസ് ടു എക്സ്പീരിയൻസ് എവറിഥിങ്. അപ്പോൾ ഈ ഒരു സർഫസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുള്ളതിനെക്കാട്ടും കുറച്ചും കൂടെ ഡീപ്പായി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സിക്ലിക്കലാണ്. ഈ
ഈ ജീവിതത്തിൽ ഈ ടൈം ലൈനിൽ എൻ്റെ സോൾ ഈ ബോഡിയിൽ റെസ്റ്റ് ചെയ്യുന്നു, ഈ ഐഡൻറ്റിറ്റി ഓക്യുപ്പൈ ചെയ്യുന്നു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എപ്പോഴാണ് അറിയോ എനിക്ക് ഏറ്റവും കൂടുതൽ റിയലായി ഫീൽ ചെയ്യുന്നത്? റിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സർഫസ് ലെവൽ ഐഡൻറ്റിറ്റി ഒക്കെ വിട്ട് കുറച്ചും കൂടെ എക്സ്റ്റെൻഡഡ് ആയി കുറച്ചും കൂടെ ഡീപ്പായി തോന്നുന്നത് വെൻ ലൈക്ക് ഐ ഡിസോസിയേറ്റ്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ക്വൈറ്റ് എ ബിറ്റ്. ഞാൻ എന്തെങ്കിലും റാൻഡം കാര്യം ചെയ്യുമ്പോഴത്തേക്കായിരിക്കും വെർ ലൈക്ക് ഐ സ്പ്ലിറ്റ് ഫ്രം മൈ സെൽഫ്. ഹൂ എം ഐ, ഹൂ ഇസ് ദിസ്, വാട്ട് ഇസ് ഹാപ്പനിങ്? ആ മൊമെന്റിൽ വെൻ മൈ സോൾ സ്പ്ലിറ്റ്സ് ഓർ വെൻ മൈ കോൺഷ്യസ്നെസ് സ്പ്ലിറ്റ്സ് ഫ്രം മൈ സെൽഫ് ആൻഡ് ലൈക്ക് ഐ എക്സ്പീരിയൻസ് തിങ്സ് ഫ്രം ദി ഔട്ട്സൈഡ്, that is when I feel the most real. അപ്പോൾ I fully believe that like it is cyclical. And ഇതൊന്നും വന്നത് it didn't come from like ആരെങ്കിലും എനിക്ക് പറഞ്ഞു തന്നോണ്ടോ അല്ലെങ്കിൽ ഞാൻ എവിടെയും വായിച്ചോണ്ടോ. it came initially from a feeling. അതുകൊണ്ട് I fully believe it. കാരണം പറഞ്ഞു തന്ന കാര്യങ്ങൾ ചിലപ്പം തെറ്റായിരിക്കാം, തോന്നുന്നതും ചിലപ്പോൾ തെറ്റായിരിക്കാം, പക്ഷേ when I've had the experience അത്രയും ചെറുതാകുമ്പോൾ മുതൽ and it has been constantly happening. എന്താ റീസൺ എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ആരും എനിക്ക് മുന്നേ പറഞ്ഞു തരുമോ, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരാളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് അറിഞ്ഞൂടാ എവിടെ നിന്നാണ് ഇത് വന്നതെന്ന്. പക്ഷേ ഐ എം ജസ്റ്റ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഹാവ് ദിസ് എക്സ്പീരിയൻസ്. കാരണം ഐ ഫീൽ റിയൽ. ആ ഒരു 2-3 സെക്കൻഡിലേക്ക് നത്തിങ് മേക്ക് സെൻസ്, പക്ഷേ എവ്രിതിങ് മേക്ക് സെൻസ്. ഇത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്. എന്താണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഒരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റോക്ക്, ലിറ്ററലി ഒരു റോക്ക്, അതിന് വേറൊരു സാധനത്തിന് വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന it's so insane when you think about it. It's so insane, the very fact that we are alive and we exist. That is insane to me. ആ തോട്ട് എന്നെ ചിലപ്പോൾ എന്നെ ഭയങ്കരമായി ഓവർവെൽം ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ലൈൻ ഓഫ് തിങ്കിങ് ചെറുതാകുമ്പോഴേ ഉണ്ടാവും. ചിലപ്പോൾ ഓൾ ഓഫ് ദാറ്റ് ടുഗെദർ ഈ ഫീലിംഗിലേക്ക് എത്തിയതായിരിക്കും. അപ്പം ബിക്കോസ് യു ആസ്ഡ് റീബേർത്ത്സിനെ പറ്റി, റീബേർത്ത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഐ ഫീൽ ലൈക്ക് ദ കോൺഷ്യസ്നെസ് ഈസ് റിയൽ ആൻഡ് ഇറ്റ് ഈസ് സിക്ലിക്കൽ. ഇത് ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ ഈ ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത ആളിലേക്ക് പോവും, അടുത്ത ആളിലേക്ക് പോവും, അടുത്ത ആളിലേക്ക് പോവും. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആരെങ്കിലും അതെനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവര് നോക്കും എന്താ ഈ പറയണേ. അതും I've been having these experiences since I was a child. ഞാൻ ഒരു 14-15 വയസ്സുള്ളപ്പോൾ മുതൽ ഈ ഡിസോസിയേഷൻസ് ഹാവ് ബിൻ ഹാപ്പനിങ് ആൻഡ് ലൈക്ക് ഐ ഫീൽ ലൈക്ക് എല്ലാം പുറത്തുനിന്ന് നോക്കി കാണുക ഇതാ എന്നൊക്കെ ഉള്ളത്. അപ്പം ഐ ഹാവ് ഒന്നിൻ്റെ അടുത്തും ആട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ഇല്ല. ഇറ്റ് ഇസ് മേ ബി ബിക്കോസ് ഓഫ് ദിസ് എക്സ്പീരിയൻസ് ഓർ ദിസ് തിങ്, അങ്ങനെ ഒന്നും എനിക്ക് ആട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. കുറച്ചൊരു വട്ടുള്ള പോലത്തെ ആണെങ്കിലും ഇറ്റ് ഇസ് നൈസ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അത് ഭയങ്കര വേറെ ആൾക്കാർക്ക് മാത്രമേ കാണൂ, അതിൽ നമ്മൾ ജീവിക്കും ഭയങ്കര രസമായിട്ട്. അയ്യോ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം അതൊക്കെ ആയിരിക്കും ഇവളെന്തായി പറയണേ. പക്ഷെ ഐ ഫീൽ ലൈക്ക് അങ്ങനെ ആണെങ്കിൽ കൂടെ ഐ ഫീൽ ലൈക്ക് യു ഹാവ് ടു സിറ്റ് ആൻഡ് തിങ്ക് വാട്ട് ഡസ് എക്സിസ്റ്റൻസ് മീൻ, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഈവൻ ബി അലൈവ്. ഇറ്റ്സ് ഇൻസെയിൻ. നിങ്ങൾക്ക് ഈ സിനിമ അല്ലാതെ ഇപ്പൊ സിനിമയിൽ നിങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും, സിനിമ കാണുക, പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യുക, നിങ്ങളുടെ ഒരു തോട്ട് മുഴുവൻ സിനിമ തന്നെയായിരിക്കും. സിനിമ അല്ലാതെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താ? ഫ്രണ്ട്സ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്. അത് എന്തുവാണെങ്കിലും നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്ന എല്ലാം ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം. നമുക്ക് എന്തെങ്കിലും ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ഒക്കെ ഭയങ്കര രസം. ഞങ്ങൾ കുറച്ച് പേരുണ്ട്, അപ്പോൾ ഭയങ്കര രസം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കളിക്കാൻ പോവും, ബാഡ്മിൻ്റനോ പാഡിലോ അങ്ങനെ എന്തോ ചുമ്മാ കളിക്കാനൊക്കെ പോവും. അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ട്രാവൽ 100%. സോളോ ട്രാവലിംഗ് ആണോ അതോ എല്ലാം? എനി സോർട്ട് ഓഫ് ട്രാവൽ. എത്ര വലിയ ഭൂമിയാ, എന്തൊക്കെയാ കാണാൻ കിടക്കുന്നത്. അതും ഇറ്റ്സ് എ വെരി കമ്പെല്ലിങ് തോട്ട്. നമ്മൾ മുന്നിൽ ഇങ്ങനെ കിടക്കുക കാണാൻ വേണ്ടി. സോ ഐ ഫീൽ ലൈക്ക് മൈ ഹാർട്ട് ലോങ്സ് ഫോർ ട്രാവൽ. ഇങ്ങനെ പോകാൻ വേണ്ടി, പുതിയ ആൾക്കാരെ കാണാൻ വേണ്ടി, അവിടുത്തെ എക്സ്പീരിയൻസിന് വേണ്ടി. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ഇസ് വെരി ഫൺ. ഒറ്റയ്ക്ക് പോണത് ഇസ് ഓൾസോ വെരി ഫൺ. അങ്ങനെ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോണത്
സ്പിത്തിയിൽ എൻ്റെ ബർത്ത്ഡേന്റെ സമയത്ത് ആണ് ഞാൻ ഫസ്റ്റ് ടൈം ഒരു സോളോ ട്രിപ്പ് പോകുന്നത്. ഐ തിങ്ക് ദാറ്റ് വാസ് വെരി ഡിഫൈനിങ് ഫോർ മീ. ഭയങ്കര എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത പോലത്തെ മാജിക്കൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നടക്കുകയും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഇഫ് യു ബിലീവ് ഇൻ മാജിക്കൽ തിങ്സ് ഹാപ്പൻ ടു യു. കുറച്ച് ചെറിയതാണെങ്കിലും, അല്ലെങ്കിൽ മേ ബി യു ഇന്റർപ്രറ്റ് തിങ്സ് ആസ് മാജിക്കൽ ബിക്കോസ് യു ബിലീവ് ഇൻ മാജിക്. അപ്പം ട്രാവൽ ഇസ് വൺ other great passion of mine. I would love to travel. I would just love to go. പോവാ ഞാൻ ഇങ്ങനെ ഇഞ്ച് ചെയ്തോണ്ടിരിക്കും. ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ പോയാലോ. അത് ഒരു സോളോ ട്രിപ്പ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും പോവാൻ നമുക്ക് തോന്നും. സോ ഈ ഫ്രണ്ട്സിന്റെ കൂടെ പോണതും ഇസ് വെരി വെരി ഫൺ. ഇപ്പൊ റീസെന്റ് I had just gone to Sri Lanka with my friends. It was again very defining. എനിക്ക് തോന്നുന്നു ട്രാവൽ എത്ര കൂടുതൽ ട്രാവൽ ചെയ്യുന്നു അത്രയും കൂടുതൽ നമ്മളിങ്ങനെ നമ്മളെ പറ്റി ലോകത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഇസ് വെരി നൈസ്. ഐ ലവ് ട്രാവലിംഗ്. ഐ ലവ് ഹാങ്ങിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിനോട് എന്ത് ചെയ്യാനും മാത്യു പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും ഐ ഹാവ് നോ പ്രോബ്ലം. എനിക്ക് ചുമ്മാ അവരുടെ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയും ഇഷ്ടമാണ്. നിങ്ങളുടെ ഈ തിരക്കുള്ള സമയത്തും നിങ്ങൾക്ക് പലപ്പോഴും മിസ്സാവുന്നത് ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്യല്ലോ. അത് നിങ്ങൾ എങ്ങനെയാ? അല്ല, ഞാൻ ഇപ്പൊ ഷൂട്ടുള്ള സമയത്ത് മാത്രം അങ്ങനെ നമുക്ക് ഒരു ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഗ്യാപ്പുകളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പല പല സ്ഥലത്താണ്. എന്നാൽ പോലും നമ്മളെപ്പോഴും ഒരു 1 മന്തിലൊക്കെ എപ്പോഴും നമ്മൾ കാണുകയും സംസാരിക്കുക, നമ്മൾ എപ്പോഴും ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഈ ലുക്ക് പുതിയ ഒരു പോലീസ് കൊള്ളാം ചേരുന്നുണ്ട്. കണ്ടപ്പോ നമ്മുടെ നോക്കി കൊള്ളാലോ ഇതൊക്കെ. ആൻഡ് ഈ സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടി പോവാണ് 13-ന്. എല്ലാവർക്കും നമുക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് പ്രതീക്ഷ തോന്നിയ ഒരു സിനിമയാണ്. സോ അതുപോലെ തന്നെ വലിയൊരു സക്സസ് ആവട്ടെ. നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.